നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൺമുമ്പിൽ പെരുവനം കൊട്ടാരം വീണ്ടും കാടുപിടിച്ച് നശിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ചേർപ്പ് തരിശിപ്പടവ് കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനമായ പൊഴുതുമാട്ടവും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ചൊവ്വൂർ പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വീടുകളിലെ കിണറുകളിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തി. ബസ് ഡ്രൈവർമാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു. അമിതവേഗം മൂലം ചേർപ്പ് മേഖലയിൽ അപകടങ്ങളും ഗതാഗത തടസ്സവും വർദ്ധിക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. ജനങ്ങളും കച്ചവടക്കാരും ഭീതിയിലാണ്. സ്കൂൾ വിട്ട സമയത്തും ബസ്സുകളുടെ അമിതവേഗം മൂലം സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിലാണ് വ്യാപാരികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് കെ ഭാഗ്യനാഥൻ, ജനറൽ സെക്രട്ടറി പി അരുൺ, ട്രഷറർ കെ മോഹനൻ, ജി രതീഷ്, PS ശ്രീരാജ്, ശരത് ഗോപി, വനിതാ വിഭാഗം ഭാരവാഹികളായ ഷീല പ്രേംരാജ്, ബിജി ബെന്നി എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പള്ളിശ്ശേരി കൊച്ചിനിപ്പാടം മുതൽ ഊരകം വരെ കോൺക്രീറ്റ് പണി നടക്കുന്നതുകൊണ്ട് അതൊരു വൺ വേ ആക്കി മാറ്റിക്കൊണ്ട് ചേർപ്പ് ഭാഗത്ത് കൂടെ ട്രാഫിക്, അതുകൊണ്ട് തന്നെ ചേർപ്പ് ഭാഗത്ത് വലിയ ട്രാഫിക്കിന് വലിയൊരു രീതി വന്നിരിക്കുകയാണ്. ഓരോ ദിവസവും 1-2 അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ, കൊടുങ്ങല്ലൂർ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് ചേർപ്പ് സെൻറ്ററിൽ കൂടെ വരികയും തൃപ്പയാർ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ബ്ലോക്കായി ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. ഇന്നലെ തന്നെ 2 അപകടങ്ങൾ ഉണ്ടായി. ഒരു വണ്ടി, ഒരു ബൈക്ക് ഇങ്ങനെ ഇടിച്ചിട്ടുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുന്നതിനായിട്ട് ആഗസ്റ്റ് 15-ാം തീയതി തന്നെ ഞങ്ങൾ പോലീസിന് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. അതുകൂടാതെ പോലീസുമായിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബസ്സുകൾക്കും, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ റൂട്ടിൽ പോകുന്ന ബസ്സുകൾക്ക് എല്ലാവർക്കും തന്നെ വളരെ കൺട്രോൾ ചെയ്ത് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് ഞങ്ങൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെരുവനം കൊട്ടാരം വീണ്ടും കാടുപിടിച്ച് നശിക്കുന്നു. കലകളുടെ ഈറ്റില്ലമായ പെരുവനത്ത് കലാപഠന കേന്ദ്രത്തിനായി ഏറ്റവും അനുയോജ്യമാണ് ഈ കൊട്ടാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ 8 വാടകയ്ക്കെങ്കിലും നൽകണമെന്ന നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യത്തോട് അധികൃതർ അവഗണന തുടരുകയാണ്. പെരുവനം ക്ഷേത്രത്തിന്റെ തെക്കേ നടവഴിയിലുള്ള പൗരാണികവും പ്രകൃതി സമ്പന്നവുമായ കൊട്ടാരം കാടുപിടിച്ചു കിടക്കുകയും ഇടയ്ക്ക് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവ നാടിന് ഉപകരിക്കാവുന്ന ഒരിടമാക്കി മാറ്റാൻ ഒരു ശ്രമവും നടക്കുന്നില്ല. 8 കയ്യാല തുടങ്ങി കെട്ടിടങ്ങൾക്ക് പുറമെ 3 ഏക്കറിൽ പേരറിയാത്തതും അപൂർവമായ വൻ മരങ്ങൾ ഉൾപ്പെടെ കൊച്ചു വനം, കുളങ്ങൾ എന്നിവയുമുണ്ട്. പെരുവനം ക്ഷേത്രം തെക്കേ നടവഴിയിൽ വലിയ ഉയരത്തിൽ കരിങ്കൽ കെട്ടി ഉയർത്തിയ മതിലിനോട് കൂടിയ ഈ മന നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന
കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത മനയുടേതായിരുന്നു. വേദപണ്ഡിതനായ KPC നാരായണൻ ഭട്ടിതിരിപ്പാട് ഈ മനയിലാണ് ജനിച്ചത്. മകമാറാട്ട് കഴിഞ്ഞെത്തുന്ന ചേർപ്പ് ഭഗവതിക്കും പുണർദം ആറാട്ട് കഴിഞ്ഞെത്തുന്ന ആറാട്ടുപുഴ ശാസ്താവിനും ഐക്കുന്ന് ഭഗവതിക്കും ഇവിടെ ഇറക്കിപ്പൂജയുണ്ടായിരുന്നു. മന പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. തൊട്ടടുത്ത വീടുകളിലേക്ക് തന്ത്രി കുടുംബങ്ങൾ മാറിയതോടെ ഇവിടം ദേവസ്വം ബോർഡിന്റെ ഓഫീസ് കച്ചേരിയായി ഒതുങ്ങി. 1987 മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥം, മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഭ്രഷ്ട് എന്നീ സിനിമകൾ പെരുവനം കൊട്ടാരത്തിലാണ് ചിത്രീകരിച്ചത്. പിന്നീട് കൊട്ടാരവും വളപ്പും ആരും ശ്രദ്ധിക്കാതെയായി. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് ദേവസ്വം ബോർഡ് ലക്ഷങ്ങൾ ചെലവാക്കി മനയും പരിസരവും മനോഹരമായി നവീകരിച്ചു. മേളം അഭ്യസിക്കാൻ പെരുവനം അനുഷ്ഠാന കലാകേന്ദ്രം എന്ന പേരിൽ സ്ഥാപനവും തുടങ്ങി. എന്നാൽ അതും ക്രമേണ നിലച്ചു. പെരുവനം കൊട്ടാരത്തിൽ വീണ്ടും കാട് കയറി. മരത്തിന്റെ ഉപകരണങ്ങളും നാലുകെട്ടിന്റെ ചില ഭാഗങ്ങളും ചിതൽ കയറി നശിച്ചു. തെരുവുനായ്ക്കളുടെ സങ്കേതവുമായി മാറി. ഇരുമ്പുപടി തുരുമ്പെടുത്ത് നശിച്ചു. ഒരിക്കൽ കാറ്റിൽ കയ്യാല തകർന്നു. അത് ദേവസ്വം പുതുക്കി പണിതു. ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും ആർക്കും ഗുണമില്ലാതെ നാശാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് പെരുവനം കൊട്ടാരം. ചേനം തരിശുപടവ് കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനമായ പൊഴുതുമാട്ടവും സ്വിച്ച് ഓൺ കർമ്മവും കമ്മിറ്റി അംഗം KC മജീദ് നിർവഹിച്ചു. പ്രസിഡന്റ് ബിജു പണിക്കാശ്ശേരി അധ്യക്ഷനായി. ചേർപ്പ് കൃഷി ഓഫീസർ KP നിവേദിത, പാർലം കൃഷി ഓഫീസർ ഡോക്ടർ DT മരിയ ഡൊമിനിക്, TK രാജു, PK അബ്ദുള്ള, VA രഞ്ജിത്ത്, AS ഉണ്ണികൃഷ്ണൻ, U രാജൻ, ഷാജിദ ഗോപിനാഥ്, PK കുട്ടമോൻ, PR പ്രമോദ്, TA ഷരീഫ്, PD ആന്റണി, AG ജ്യോതി ബസു, TK രാജു എന്നിവർ സംസാരിച്ചു. ചൊവ്വൂർ പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വീടുകളിലെ കിണറുകളിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. നാട്ടുകാരുടെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 6 വീടുകളിലെ കിണറുകളിൽ എണ്ണയുടെ അംശം കണ്ടെത്തിയത്. വെള്ളം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കിണറിൽ എണ്ണയുടെ അംശം ഇല്ലാതാകും വരെ ഈ വീടുകളിൽ വെള്ളം എത്തിച്ചു നൽകുമെന്ന് പമ്പുടമ അറിയിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ വനജ സോളമൻ പറഞ്ഞു. ഹെൽത്ത് സൂപ്പർവൈസർ ഉമേഷ്, ജയചേമാരായ പുഷ്പവല്ലി, സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ സർഗസ്മൃതി ബാല കലോത്സവം ഉടുക്ക് കലാകാരി സംഗീത ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലുക്ക അധ്യക്ഷത വഹിച്ചു. KP മിനിമോൾ, PTA പ്രസിഡന്റ് MK ആനന്ദൻ, MPTA പ്രസിഡന്റ് സിജ ബൈജു എന്നിവർ സംസാരിച്ചു. സർഗസ്മൃതി ലോഗോ പ്രകാശനം സംഗീത ശിവശങ്കരൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു. ലോഗോ വരച്ച കുമാരി പവിത്ര CPIയും സർഗസ്മൃതി എന്ന പേര് നിർദ്ദേശിച്ച ആര്യലക്ഷ്മിക്ക് ഉപകാരങ്ങൾ നൽകി അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ ദിം ധിമി എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഈ 2024 അധ്യയന വർഷത്തെ കലോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് പുറമെ ഇതുപോലെ കായിക മത്സരങ്ങളിൽ ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വിദ്യാലയത്തിൽ ഒക്കെ ഉണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രോത്സാഹനം അത് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അത് പ്രോത്സാഹനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് പുറമെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ ഓരോ വേദിയിലും അത് പ്രകടിപ്പിക്കാൻ ഉള്ള അവസരങ്ങളും ഒരുപാട് കൂടുതലാണ്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആർട്ടിസ്റ്റുമായ പ്രസാദ് കിഴക്കൂട്ട് മുഖ്യാതിഥിയായി. മോണോ ആക്ടിലൂടെ പ്രസാദ് സദസ്സിനെ കയ്യിലെടുത്തു. PTA വൈസ് പ്രസിഡന്റ് ശാലിചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് നിജി തോമസ്, സ്കൂൾ പ്രധാനാധ്യാപിക ലതിക VD, SSG ആക്ടിംഗ് പ്രസിഡന്റ് ഉമ്മർ, ഇന്ദുലേഖ, ആദം ഷാജു, ജസീല, ആഷിഫ സാകിർ, ജിഷിത റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നാടോടി നൃത്തം, അഭിനയഗാനം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, കഥാകഥനം, സംഘനൃത്തം തുടങ്ങി വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി.
കളിക്കാൻ പോയി മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണര പൊത്തി കളിക്കാൻ പോയി. ഊരകം ALP സ്കൂളിൽ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് പച്ചക്കറി തൈകൾ നട്ടു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷയായി. വാർഡ് മെമ്പർ കെ കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പ്രം, പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, വികസന സമിതി സെക്രട്ടറി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തൈകൾ നട്ടു. വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും നടന്നു. ചടങ്ങുകൾക്ക് PTA അംഗങ്ങൾ നേതൃത്വം നൽകി. ലോട്ടറി തൊഴിലാളികൾക്ക് ഗവൺമെന്റ് ലൈസൻസ് അനുവദിക്കണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ചേർപ്പ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ചേർപ്പ് ഏരിയ സെക്രട്ടറി KG സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. NT ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ലോട്ടറി യൂണിയൻ ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ, CITU ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റായി KS സജിത്തിനെയും സെക്രട്ടറിയായി V വിനോദ് കുമാറിനെയും ട്രഷററായി VS രാജേഷിനെയും തെരഞ്ഞെടുത്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലെന്നാങ്കുളം ക്ഷേത്ര ഹാളിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാരിക പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സ്മിത വിൽസൺ K, ഡോക്ടർ സൽഭിയ ജോൺസൺ, ആശാവർക്കർമാരായ അജിത KN, നീതു ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ചെമ്മീൻ കയറ്റുമതി ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് UP ജോസഫ് പറഞ്ഞു. തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ തളിക്കുളം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ ബജറ്റിൽ പോലും മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ബ്ലൂ ഇക്കണോമി നയത്തിലൂടെയും കടലിലും കടൽ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇത്തരം മത്സ്യത്തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും UP ജോസഫ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് PA രാംദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ്, ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി PS ഷാജിദ്, CITU നാട്ടിക ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി VV അനിത, KR സീത, EPK സുഭാഷിതൻ, PI സാജിദ, BS ശക്തിധരൻ, PA മാധവൻ, KP വാസന്തി എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു. തോന്നുന്നുണ്ട് കുറച്ചുകൂടി മുമ്പ് ഇച്ചിരി കൂടി കരത്തില് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ താഴെ ഇറക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഇവര് തിരിച്ചു വരുന്നത് തടയാൻ പറ്റുമായിരുന്നു. ഞാൻ ഈ കഥ പറഞ്ഞത് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മുന്നണി അടിസ്ഥാന ഭരണത്തിലേക്ക് വന്ന് ജനങ്ങൾ യഥാർത്ഥത്തിലൊരു ഷോക്ക് കൊടുത്തു. ആ ഷോക്കിന്റെ പാഠം പഠിച്ചിട്ട് നിലപാടുകൾ തിരുത്തുകയാണോ, പുനഃപരിശോധിക്കുകയാണോ പുതിയ ഗവൺമെന്റ് ചെയ്യണത്? പഴയ വീഞ്ഞ് പുതിയ കുപ്പി. പ്രധാനമന്ത്രിയും പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും തുടരണം, തുടരട്ടെ. തൃപ്രയാറിൽ നടുറോഡിൽ ചേരി തിരിഞ്ഞ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം നടുറോഡിൽ ഏറ്റുമുട്ടിയത്. മർദ്ദനത്തിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായാണ് വിവരം. സംഭവം അറിഞ്ഞ വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയതോടെ വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ റോഡിൽ ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.
മുറ്റിച്ചൂർ പാലത്തിൽ നിന്നും യുവാവ് പുഴയിൽ ചാടി. യുവാവിനു വേണ്ടി കനോലി കനാലിൽ തിരച്ചിൽ ആരംഭിച്ചു. ചെമ്മാപ്പള്ളി തച്ചമ്പള്ളി പ്രഭാകര മകൻ 29 വയസ്സുള്ള പ്രഭുലാലാണ് ഇന്ന് പുലർച്ചെ 12:30 പുഴയിൽ ചാടിയത്. സംഭവം അറിഞ്ഞ വലപ്പാട് ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നും എത്തിയ സ്ക്യൂബ ടീമിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ തീരുമാനം. ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായത്. പുലിക്കളി സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാനും യോഗത്തിൽ ധാരണയായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇതോടെയാണ് തൃശൂരിലെ പുലിക്കളി അനിശ്ചിതത്വത്തിലായത്. നേരത്തെ കൂട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചതിനാൽ പുലിക്കളി നടത്തുന്നില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ബാധ്യത വരും എന്ന പുലിക്കളി സംഘങ്ങളുടെ പരാതിയിൽ ജില്ലയിലെ മന്ത്രിമാരും മേയറും ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത്. എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത്. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട യോഗത്തിന് മുന്നോടിയായി BJP അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൗൺസിലിൽ എത്തിയത്. 9 സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഇത്തവണ 6 സംഘങ്ങൾ മാത്രമായിരിക്കും മത്സരത്തിനിറങ്ങുക. കോർപ്പറേഷൻ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങളടക്കം നേരിട്ട മറ്റ് 3 സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ തീരുമാനിച്ചു. വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാകില്ല. എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സന്നിധിയിൽ 1.5 ലക്ഷത്തിലേറെ വില വരുന്ന 3 പവന്റെ സ്വർണ്ണ റോസാപ്പൂ സമർപ്പിച്ചു. ഇടവകാംഗമായ ചിറ്റിലപ്പള്ളി മാത്തുണ്ണിയും കുടുംബവുമാണ് മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് ആഘോഷം ചുരുക്കി ഉപകാര സ്മരണയായി സ്വർണ്ണ റോസാപ്പൂ സമർപ്പിച്ചത്. സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ റോസാപ്പൂ വർഷിക്കുമെന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാഗ്ദാനം യാഥാർത്ഥ്യമായതിന്റെ പ്രതീകമായാണ് ഈ സമർപ്പണം നടത്തിയത്. സ്വർണം കൊണ്ടുള്ള ഇലകളും തണ്ടുമടക്കമുള്ള റോസാപ്പൂ പ്രത്യേകമായാണ് സ്വർണ്ണശില്പികൾ നിർമ്മിച്ചിട്ടുള്ളത്. പുതുക്കാട് മേരി മാത ICSE സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിവൽ 2024 ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ സിസ്റ്റർ TG അധ്യക്ഷത വഹിച്ചു. കലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കലയിലൂടെ എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിത വിജയം കണ്ടെത്താമെന്നതിനെക്കുറിച്ചും കുട്ടികളോടായി പ്രിയനന്ദൻ സംസാരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ സാലി, സിസ്റ്റർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കാഞ്ഞാണി പുത്തൻകുളം സ്വദേശി നെടുന്തേടത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പൂവശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ആദർശിനെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 12:30 കാഞ്ഞാണി പുത്തൻകുളത്ത് വെച്ച് അപകടം നടന്നത്. അമ്മാടം പാർപ്പക്കടവ് ചിറക്കോലി രാമചന്ദ്രൻ ഭാര്യ തങ്കമണി 66 വയസ്സ് നിര്യാതയായി. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. കൺമുമ്പിൽ പെരുവനം കൊട്ടാരം വീണ്ടും കാടുപിടിച്ച് നശിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ.
ചേർപ്പ് തരിശിപ്പടവ് കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനമായ പൊഴുതുമാട്ടവും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ചൊവ്വൂർ പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള വീടുകളിലെ കിണറുകളിൽ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.